ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇത് ഹെയർ എടുത്തിട്ട് വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ചന്ദനം പുരട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കളഭം മേടിച്ചതല്ല കേട്ടോ, അല്ലാണ്ട് ചന്ദനം തന്നെ നമ്മൾ അരച്ച് പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ പുരട്ടണം. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് പുരട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ സലൂണിലെ ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ, തേങ്ങാപ്പാൽ പുരട്ടിയാൽ നല്ലതാണെന്ന്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ, തലയ്ക്ക് തണുപ്പ് കിട്ടാൻ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മോളെല്ലാം നന്നായിട്ട് പുരട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അനിയത്തിയാണ് കേട്ടോ, അവൾ എനിക്ക് പുരട്ടി തരുകയാണ്. അപ്പോൾ തലയിലൊക്കെ പുരട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒലിച്ചിറങ്ങി ഞാനത് തൂത്ത് തുടയ്ക്കുമ്പോഴത്തേനും അവൾ കുറച്ച് മുഖത്തും കൂടെ പുരട്ടാമെന്ന് പറഞ്ഞിട്ട് അവളെൻ്റെ മുഖത്തുമൊക്കെ വാരി പുരട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ തലയിലൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.